മക്കളെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള പടാവലിയുടെ ഒരു പുതിയ യൂണിറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സെക്കൻഡ് ടൈം എക്സാം ഒക്കെ ആവാറായി. പല ആൾക്കാർക്കും മിഡ് ടൈം എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള പടാവലിയുടെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗവും അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റിൽ പ്രധാനമായിട്ട് 3 ചാപ്റ്ററുകളാണ് വരിക. ഒരു കവിതയും അതേപോലെ തന്നെ ഒരു കഥ, പിന്നെ ഒരു ഉപന്യാസം അല്ലെങ്കിൽ ഒരു ഒരു എസ്സേ. അപ്പോൾ അങ്ങനെ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ആ യൂണിറ്റിൻ്റെ അകത്തുള്ളത്. ആ 3 പാഠഭാഗങ്ങളിലും പറയുന്ന കാര്യങ്ങൾ ജോലിയെക്കുറിച്ച്, ജോലിയുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച്, പണിയെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ഒന്നുകൂടി പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഏതൊക്കെ ഭാഗങ്ങളിൽ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം, അപ്പോൾ നിങ്ങളുടെ അടുത്ത പഠനത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ 3 പാഠങ്ങളുടെ പ്രധാനപ്പെട്ട തീം എന്താണ്? നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്വാനത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുക. അധ്വാനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു 3 പാഠങ്ങളാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ആദ്യത്തേത് തരിശു നിലങ്ങൾ എന്ന് പറയുന്ന ഒരു കവിത, പിന്നെ അച്യുതമാമ എന്ന് പറയുന്ന ഒരു കഥ, പിന്നെ കെ.പി. കേശവമേനോന്റെ ഒരു എസ്സേ. ഓക്കെ, ഇനി നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യുന്നത് തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന ഒരു കവിതയാണ്. അപ്പൊ ഇതിന്റെ പ്രവേശക പാഠകമായി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിയർപ്പ് തുള്ളിയിൽ ഭൂഗോളം, കയ്യിൽ പുരളുന്ന ഉപ്പ് പരലുകൾ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, എല്ലാവർക്കും കാണാലോ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇതിനെക്കുറിച്ച് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്നും ചിലപ്പോൾ ഒരുപക്ഷെ ചോദ്യം വരാം. അപ്പൊ ചില പരീക്ഷകൾക്ക്, കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഈ പ്രവേശക പാഠത്തിൽ നിന്ന് എസ്സേ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ അതങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമായതുകൊണ്ട് മേ ബി ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ചിലപ്പോൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ മാർക്ക് കളയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യം കൂടി നോക്കി പോവുക. അപ്പൊ ഈ വാക്കിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൊട്ടേഷന്റെ അകത്ത് വിയർപ്പ് തുള്ളിയിൽ ഭൂഗോളം, കയ്യിൽ പുരളുന്ന ഉപ്പുപരലുകൾ, എന്തിനെ കുറിച്ചായിരിക്കും ഇവിടെ സൂചിപ്പിക്കുന്നത്? അപ്പോ ഉപ്പുപരലുകൾ എന്നൊക്കെ പറയുന്നത് ഒരു സിമ്പലാണ്. ഓക്കെ, സിമ്പലാണ്. വിയർപ്പ് ഒരു സിമ്പലാണ്, ഉപ്പ് പരലുകൾ ഇവിടെ ഒരു സിമ്പലാണ്. ഇങ്ങനെ കുറെ സിമ്പൽ ആയിട്ടാണ്, അല്ലെങ്കിൽ സിമ്പലിലൂടെയാണ് ഈ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നത്. നോക്കുക, ഇവിടെ അതിന്റെ ഒരു ആൻസർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 ചോദ്യങ്ങൾ വേണമെങ്കിൽ എന്ന് പ്രതീക്ഷിക്കാം. കയ്യിൽ പുരളുന്ന ഉപ്പ് പരലുകൾ സൂചിപ്പിക്കുന്ന എന്താണ്? വിയർപ്പ് തുള്ളിയിൽ ഭൂഗോളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെ എന്താണ്, അധ്വാനത്തിന്റെ ആ ഒരു എന്താണ്, സാർവലൗകികതയെ ഓർമ്മിപ്പിക്കുന്നതാണ്, ഒരു പ്രയോഗമാണ് ഈ വിയർപ്പ് തുള്ളിയിൽ ഭൂഗോളം എന്ന് പറയുന്നത്. അധ്വാനത്തിന്റെ മഹത്വം എന്നാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന സാധനമാണ് അധ്വാനത്തിന്റെ മഹത്വം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഒരു പാഠത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നിന്നും ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് പണിയെടുക്കുക, അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പല പല കാറ്റഗറിയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പൊ പണിയെടുക്കുക, അധ്വാനിക്കുക, അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുന്ന ഒരു ഔദാര്യത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തം പണിയെടുത്ത് ജീവിക്കുക. അപ്പോൾ അതിന്റെ സ്വന്തം ആവശ്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിറവേറ്റുക എന്നാണ് അധ്വാനത്തിന്റെ ഒരു മഹത്വമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുക എന്ന ഒരു ആശയം എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതൊക്കെയായിരുന്നു ഈ ഒരു പാഠഭാഗം കൊണ്ട് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കവിത കൊണ്ടൊക്കെ ആ കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന കവിതയിലേക്ക് കിടക്കുന്നു. അതിൽ നിന്ന് ചോദ്യം വരാവുന്ന സാധ്യത സാധാരണഗതിയിൽ പ്രയോഗ ഭംഗി കണ്ടെത്തുക, ആശയം വ്യക്തമാക്കുക, അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, ഇങ്ങനെയൊക്കെയായിരിക്കും ഈ കവിതയിൽ നിന്നും സാധാരണഗതിയിൽ ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ സാധ്യതയുള്ളൊരു ഭാഗം വരുന്ന ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ പാറ്റേൺ ഒക്കെ മാറിയില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു, കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിൽ അറുതിയിൽ അണയും കരിമുകിൽ പോലെ വേലക്കാർ. അപ്പൊ ഇതിന്റെ അകത്തെ
പ്രയോഗഭംഗി കണ്ടെത്താൻ ചിലപ്പോൾ ചോദിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ആശയം വ്യക്തമാക്കാൻ ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് എന്ന് നോട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് 2-3 തവണ വായിക്കുക. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാം. ഓക്കെ. ഇനി ഇതിൽ നിന്നും അതിൻ്റെ ആശയം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയില്ലാത്തവർ അത് നോട്ട് ചെയ്തോളുക. തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളുടെ കാർമേഘത്തിനോടാണ്, കരിമുകിലിനോടാണ് ഇവിടെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തിനാണ്? കരിമുകിലിന്റെ ഭംഗിയും അത് നൽകുന്ന പ്രതീക്ഷയും ആശ്വാസവും തൊഴിലാളികളുടെ വരവിൽ കാണാം. തൊഴിലാളികൾ വരുന്നത് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. കരിമുകിൽ എന്തിന്റെ പ്രതീകമായിട്ടാണ്? അതൊരു പ്രതീക്ഷയുടെ പ്രതീകമായിട്ടാണ് കരിമുകിലിനെ ഇവിടെ സൂചിപ്പിക്കുക. കരിമുകിൽ എന്ന് പറഞ്ഞാൽ കാർമേഘം. അപ്പൊ ഈ കാർമേഘം എന്തിന്റെ പ്രതീക്ഷയാണ്? മഴയുടെ പ്രതീക്ഷയാണ്. മഴ എന്താണ്? മഴ ആശ്വാസമാണ്. സോ ഇവിടെ കൊടിയ വേനലിൽ വെന്തുരുകുമ്പോൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന കാർമേഘം ആളുകളുടെ മനസ്സിൽ എത്രത്തോളം ഒരു ഒരു സമാധാനം, അല്ലെങ്കിൽ ചൂട് കുറയുമല്ലോ, അല്ലെങ്കിൽ വെള്ളം കിട്ടുമല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസം ഉണ്ടാകുന്നു. അതേപോലെയാണ് ആ ഒരു പ്രതീക്ഷയുടെ കൂടിയിട്ടാണ് ആര്, ഈ പറയുന്ന കർഷകരും തരിശു നിലങ്ങളിലേക്ക് വരുന്നത്. അപ്പം അവിടെ ഒരു പ്രതീക്ഷയുടെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി കരിമുകിൽ മഴയായി പെയ്യുമ്പോൾ മണ്ണും മനുഷ്യ മനസ്സും ഒരുപോലെ കുളിരണിയും. മണ്ണിൽ വിത്തുകൾ മുളയ്ക്കും. തൊഴിലാളികളുടെ കരുത്തും അധ്വാനത്തിന്റെ അഴകും ഐക്യനിരയും കരിമുകിൽ പോലെ മണ്ണിനും മനുഷ്യർക്കും പ്രതീക്ഷ നൽകും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാം, എന്താണ്? ഒരു പ്രതീക്ഷയുടെ, ഒരു ആശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് കരിമുകിലിനെ ഇവിടെ ഉപമിച്ചേക്കുന്നത്. അത് വെച്ചങ്ങ് തുടങ്ങുക. ഓക്കെ, അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ഐഡിയ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വെള്ളം തുറന്നു വിട്ട പോലെ നമുക്ക് എഴുതാം. അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ആശയം കിട്ടുന്നില്ല, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഈ ഒരു പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുക, പിന്നെ അങ്ങ് എഴുതിയാൽ മതി, സെറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ്. വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഒരു പ്രയോഗഭംഗി അല്ലെങ്കിൽ ഈ പറയുന്ന കവിതയുടെ ഒരു ഭാഗമാണ്. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതിമറിക്കും വീര്യമോടെ അണിയണിയായി വേലക്കാർ അടിവെച്ചടിവെച്ചണയുമ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ പാഠഭാഗത്തുണ്ട്. അതും ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതീത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഒറ്റച്ചാലായി ഉഴുതുമറിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്ന എന്തെല്ലാം? ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കരുത്. ഒറ്റച്ചാലായി ഉഴുതുമറിക്കുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അണിയണിയായി വരിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരിയിൽ കാണിക്കുന്നത്? അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ ഇതും ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഭാഗത്തെ ഒന്നും കൂടി നോക്കി പോവുക. പരീക്ഷയ്ക്ക് ആകുവാണ്, അപ്പൊ അന്നേരത്തേക്കും ഈ ഒരു ഭാഗം കൂടി എന്ത് ചെയ്യാം, നോക്കുക, നന്നായിരിക്കും. ഇനി അതിന്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇല്ലാത്തവർ അത് നോട്ട് ചെയ്യുക. ഭൂമിയെ മുഴുവൻ ഉഴുതുമറിച്ച് വിളനിലമാക്കാൻ വരുന്ന തൊഴിലാളികളുടെ ഒരു നീണ്ട നിരയാണ് നമുക്കവിടെ ആ ഒരു വരികളിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. മണ്ണിനെ പൊന്നണിയിക്കാൻ വരുന്ന തൊഴിലാളികളുടെ വീര്യവും സാമൂഹിക ബോധ്യവുമൊക്കെ അല്ലെങ്കിൽ ബോധവുമൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് പറഞ്ഞ വേറെ സാധനം ഉണ്ട്, അണിയണിയായി വേലക്കാർ അടിവെച്ചടിവെച്ചണിയുമ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ പുരാണ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നൊരു ഭാഗമാണ്. ഈ തരിച്ചു നിലമായി കിടന്നിരുന്ന കൃഷി സ്ഥലത്തേക്ക് ബലരാമൻ കാളന്തീ ഒഴുക്കിക്കൊണ്ടുവരാൻ എടുത്ത നിശ്ചയദാർഢ്യം പോലെ ഈ പറയുന്ന തരിശു നിലങ്ങൾ വിളനിലമാക്കിയെടുക്കാനുള്ള തൊഴിലാളികളുടെ ആ ഒരു നിശ്ചയദാർഢ്യമാണ് ആ ഒരു വരുന്ന വരവിനെ കവി അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോട്സ് ഒക്കെ വെച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതൊന്നും എന്താ പറയുന്നത്, നഷ്ടപ്പെട്ടു പോവില്ല. പിന്നെ ഈ പറയുന്ന തരിച്ചു നിലങ്ങളെ സമൃദ്ധമാക്കാൻ അടിവെച്ചടിവെച്ച് മുന്നേറുന്ന തൊഴിലാളി വർഗത്തിന്റെ കരുത്തും സൗന്ദര്യവും ഒക്കെ ഈ വരികളിൽ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പ്രതീക്ഷ ഉള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വരുന്നത്. ഇത് അല്പം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റതിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരു അദൃശ്യതയായി തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാർ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇടിവാളുകളുടെ പ്രത്യേകത എന്താ? അടിപതറാത്ത അദൃശ്യത എന്ന പ്രയോഗം നൽകുന്ന സൂചന എന്താണ്? തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഇതിലേക്ക് വരിക? അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചിലപ്പോൾ വരാം. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ അർത്ഥവും ആശയം മനസ്സിലാക്കി വെക്കുക.
പ്രതിബന്ധങ്ങളെ തകർത്തെറിയുന്ന തൊഴിലാളികളുടെ മുന്നേറ്റത്തെ ഇവിടെ മിന്നൽ പിണറായി കൽപ്പിക്കുന്നു. മിന്നലിന്റെ മുമ്പിൽ ആരെങ്കിലും ഈ പറയുന്ന പാണ്ടിലോറിക്ക് മുമ്പിൽ തവള മസിൽ പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുവോ? ഇല്ല. അപ്പോ പ്രതിബന്ധങ്ങളെ എല്ലാം തകർത്തുകൊണ്ടാണ് ഈ പറയുന്ന മിന്നൽ കടന്നു പോവുക. അല്ലെങ്കിൽ അതിന്റെ മുമ്പിലുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തകർത്തുകൊണ്ടോ ആണ് മുന്നോട്ട് പോവുക. അപ്പൊ അതുപോലെയാണ് ഈ പറയുന്ന പാടത്തേക്ക് വരുന്ന അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തേക്ക് വരുന്ന കർഷകരുടെ മുൻപിലെ തടസ്സങ്ങളെ എല്ലാം അവര് വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് അവര് അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയാനാണ് ഇപ്രകാരം ഒരു പ്രയോഗം കവി ഇവിടെ നടത്തിയിരിക്കുന്നത്. അടുത്തത്, തൊഴിലാളികളുടെ പ്രതീക്ഷ നിറഞ്ഞ മുന്നേറ്റം ജന്മിവർഗത്തിന് മിന്നൽ പിണർ പോലെ പ്രഹരമായി തീരുന്നു. അപ്പൊ ഈ പറയുന്ന തൊഴിലാളികളുടെ പ്രതീക്ഷ, അതായത് ഇതും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം പറയുന്ന ഒരു കവിതയല്ല ഇത്. ഇതൊരു ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കേരളത്തിന്റെ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ തൊഴിലാളികളുടെ പ്രതീക്ഷ നിറഞ്ഞ മുന്നേറ്റം ജന്മിവർഗത്തിന് ഒരു ഒരു മിന്നലടി പോലെയായിരുന്നു. ഇപ്പം മിന്നൽ മുരടിയുടെ ഒരു അടി പോലെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ ഈ ഒരു പ്രതീക്ഷ. പണ്ട് കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ ഒരു പ്രതീക്ഷ, അതായത് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം നെല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ കൂലിയായിട്ട് കിട്ടിയിരുന്ന ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിലെ പല തൊഴിലാളികൾക്കിടയിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പൊ അതും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. പിന്നെ തൊഴിലാളികളുടെ സംഘബലം മണ്ണിനും മനുഷ്യർക്കും നൽകുന്ന കുളിരും പ്രചോദനവും, അടിപതറാത്ത കാൽവയ്പുകളുടെ നിശ്ചയദാർഢ്യവും സൗന്ദര്യവും, പ്രതിബന്ധങ്ങളോട് പൊരുതാൻ തരിശു നിലങ്ങളിലേക്ക് വരുന്നവരുടെ സംഘബലത്തിന്റെ ശക്തി, ഇങ്ങനെ കുറേ ആശയങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സംഭവം ഇത്രയും ഓർക്കുക, ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു വെക്കുക. മേൽപ്പറഞ്ഞിരിക്കുന്ന ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതുക. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്ത പ്രദർശിതയായി. എന്താണ് ആ ഇടിവാളുകളുടെ ശക്തി പോലെ അടിപതറാതെ അവർ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് കൃഷിസ്ഥലത്തേക്ക് വരുന്നു. അത്രേ ഉള്ളൂ ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിനെ കുറച്ചും കൂടി എന്താ പറയുന്നത് ഒരു 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 കാവ്യാത്മകമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ചിലപ്പോൾ ചോദിക്കാം, അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ട് മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. അവിടെ ചോദിക്കാം, എന്താണ് പെരുവഴി എന്ന് ചോദിക്കാം. പെരുവഴികളെ മെതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. ഇവിടെ പെരുവഴി എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പെരുവഴി, അല്ലെ? എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണോ പെരുവഴി? നമുക്കതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡെഫിനേഷൻ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ശൈലി പ്രയോഗമാണ് പെരുവഴി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു പെരുവഴി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പല സാഹചര്യങ്ങളിൽ അവയുടെ അർത്ഥം മാറുന്നുണ്ട്. അപ്പൊ അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ട് മെതിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ പെരുവഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഇത് ചിലപ്പോൾ ചോദിക്കാം. അതിന്റെ ഉണ്ട്, തൊഴിലാളികളുടെ ദൃഢനിശ്ചയം കലർന്ന മുന്നേറ്റത്തിൽ പെരുവഴികൾ തകർന്നിടുകയും പുതുവഴികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇല്ലായ്മകൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥകൾ നഷ്ടപ്പെടുകയും പുതിയ പുതിയ മാർഗങ്ങൾ തെളിയുകയും ചെയ്തു. അപ്പൊ ഡെവലപ്മെന്റ്സ് ഉണ്ടായി എന്ന ആ ഒരു സൂചനയാണ് അവിടെ നൽകുക. പിന്നെ ജീവിതത്തിന്റെ പൊതുധാരയിലേക്കുള്ള തൊഴിലാളി വർഗത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റം, തൊഴിലാളികളുടെ കരുത്തിനും ഐക്യത്തിനും മുമ്പിൽ തകർന്നടിയുന്ന ജീർണതകൾ, തൊഴിലാളികളുടെ കരുത്തുറ്റ കാൽവയ്പിനാൽ സാക്ഷാത്കരിക്കപ്പെടുന്ന നവലോക സൃഷ്ടി. ഇതൊന്നും ഒത്തിരി ഒന്നും നിങ്ങൾ നോക്കണ്ട, എത്ര ഓർത്താൽ മതി. തൊഴിലാളികൾ കട്ട സ്ട്രോങ് ആണ്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് ചെല്ലുന്നു, കാര്യങ്ങൾ നടത്തുന്നു, അവർ പണിയെടുക്കുന്നു, അവർ അതിന്റെ ഫലം അനുഭവിക്കുന്നു. അപ്പൊ ആ ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ചിലപ്പോൾ ചോദിക്കാം, ഈ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തേക്ക് ഇടിലം കൊള്ളിച്ചുയരുന്നു. അതും ചിലപ്പോൾ ചോദിക്കാം. ഇവിടെ തൊഴിലാളികളുടെ ഹൃദയത്തുടിപ്പുകളെ ഇടിയൊച്ചകളായി കൽപ്പിച്ചതിന്റെ ഔചിത്യം എന്ത് എന്ന് ചോദിക്കാം. തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളുടെ വാക്കുകളുടെ സവിശേഷത എന്ത് എന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നും വരാം. അപ്പൊ എന്താണ് ഇവിടെ? വ്യവസ്ഥതയോട് കലഹിക്കുന്നതും കരുത്തുറ്റതുമായ തൊഴിലാളി വർഗ ഭാഷ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആ ഒരു സാമൂഹിക വ്യവസ്ഥിതി, അതായത് കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്നും ഒരുപാട് മാറി ഇന്നത്തെ ഈ പറയുന്ന സമൂഹം. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടായ ആ ഒരു മാറ്റത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. വ്യവസ്ഥിതിയോട് കലഹിക്കുന്നതും കരുത്തുറ്റതുമായ തൊഴിലാളി വർഗത്തിന്റെ ഭാഷയാണ് അവിടെ കാണാൻ കഴിയുക. ഉള്ളിൽ ഉയരുന്ന പ്രതീക്ഷയുടെയും ലക്ഷ്യബോധത്തിന്റെയും സംഘബലത്തിന്റെയും ഹൃദയത്തുടിപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് കർഷകരുടെ ഭാഷയായിട്ട് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. തൊഴിലാളികളുടെ ഹൃദയത്തുടിപ്പുകളെ ഇടിയച്ചകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താ, അത്രയും സ്ട്രോങ് ആണ്. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിച്ചേക്കുന്നത്.
അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കപ്പെടുന്നു. അതും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ കവിതയിൽ ഇത് ചിലപ്പോൾ എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന കവിതയുടെ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളുടെ ജീവിതാവസ്ഥ പ്രതിഫലിപ്പിക്കുന്നത് എന്തെല്ലാം? പാഠഭാഗത്തെ മുൻനിർത്തി ഉപന്യാസം തയ്യാറാക്കുക, അല്ലെങ്കിൽ പ്രഭാഷണം തയ്യാറാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം. അതല്ലെങ്കിൽ അധ്വാനത്തോടുള്ള തൊഴിലാളി വർഗത്തിന്റെ മനോഭാവം കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? അങ്ങനെ അതല്ലെങ്കിൽ സമകാലിക സംഭവവുമായി ബന്ധിപ്പിച്ച് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന കവിതയിലെ അധ്വാനത്തോടുള്ള തൊഴിലാളി വർഗത്തിന്റെ മനോഭാവം കണ്ടുവല്ലോ. സമകാലിക കാർഷിക അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ മനോഭാവവുമായി ബന്ധിപ്പിച്ച് എന്താ ഉപന്യാസം തയ്യാറാക്കുക എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. അപ്പോൾ എസ്സേ എല്ലാം അങ്ങനെ ആ ഒരു സമകാലിക അറ്റ് പ്രസന്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം പരിജ്ഞാനം, അറിവുണ്ടാവണം. ഇന്നത്തെ ഒരു കാലഘട്ടവും നമ്മുടെ പാഠഭാഗവുമായിട്ടും എന്ത് ചെയ്യണം? ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന എന്താണ് പത്രവായനയും അല്ലെങ്കിൽ മറ്റ് മാസിക വായനയും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള ഒരാവശ്യം പലരും ഈ പറയുന്ന ടീച്ചേഴ്സും ഒക്കെ അല്ലെങ്കിൽ പാരൻസും ഒക്കെ നിങ്ങളോട് പറയുന്നത് സ്വന്തമായിട്ട് എഴുതാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധ്വാനത്തോടുള്ള തൊഴിലാളി വർഗത്തിന്റെ മനോഭാവം കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ആ രീതി തന്നെയാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത്? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഈ കവിതയിലുള്ള ആ ഒരു ജീവിതദർശനമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദാരിദ്ര്യത്തോടും വറുതിയോടും പൊരുതി ജയിച്ചതിന്റെ കരുത്താണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ കഴിയുക. ഇന്നിപ്പോ ഈ പറയുന്ന പോലെ ഇത്രയും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഇത്രയും ഈ പറയുന്ന ഒരു കർഷകർ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ആലോചിക്കണം. മനസ്സിലായോ? അപ്പൊ സമകാലിക അവസ്ഥയിലേക്ക് വരുമ്പോൾ എങ്ങനെ എഴുതണം? നെഗറ്റീവ്, പോസിറ്റീവ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കുക. ഇനി ഇതിന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് എന്താണ്? താരതമ്യക്കുറിപ്പ്. താരതമ്യം ചെയ്യാൻ ചോദിക്കും. നമ്മുടെ പാഠപുസ്തകത്തിന്റെ അകത്ത് തന്നെ കൊടുത്തിരിക്കുന്നതാണ് യുഗപരിവർത്തനം. വൈലോപ്പിള്ളിയുടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറയുന്ന പാഠഭാഗത്തിന്റെ അകത്ത് തന്നെ വേറൊരു പ്രയോഗം, കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങൾ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ പുതുകാർത്തിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിൽ താരതമ്യം ചെയ്യുക. രണ്ടും പറഞ്ഞിരിക്കുന്ന ഒരേ ആശയം തന്നെയാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളത് സൂചന ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സന്ദർഭങ്ങളും തെളിയുന്ന തൊഴിലാളികളുടെ മനോഭാവം ഒന്ന് തന്നെയാണ്. അധ്വാനത്തെ ആനന്ദമായി കാണുകയും സാമൂഹ്യ പുരോഗതിയിൽ പങ്കാളികളാവുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പാഠഭാഗവുമായിട്ട് സാധ്യതകളുള്ള, അതായത് പല വൺ വേഡ് മുതൽ എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ളതായിരിക്കും. പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്നവർ വെറുതെ ഒന്ന് നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകമോ മാത്രം വായിച്ചു പോവാതെ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള കുറച്ച് തിരിഞ്ഞെന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അത് നാളെ ഈ പറയുന്ന നിങ്ങൾക്ക് പുതിയ പുതിയ പാഠഭാഗങ്ങൾ പറഞ്ഞു തരാൻ എനിക്കും ഒരു ഊർജ്ജമായിരിക്കും. സോ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ ചെയ്യാം.